രാജ്ഭവനിൽ വീണ്ടും ഭാരതമാതാവിന്റെ ചിത്രം പ്രദർശിപ്പിച്ചതിനെതിരെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ച നിലപാട് മതനിരപേക്ഷതയും ഭരണഘടനയും പരിഹസിക്കപ്പെടുമ്പോൾ എടുക്കേണ്ട നിലപാട് തന്നെയാണ്. അതിനപ്പുറം ഭരണഘടനാ തത്വങ്ങളുടെ കാവൽഭടൻ കൂടിയായി രൂപാന്തരപ്പെടുകയും ചെയ്യുകയായിരുന്നു. 2025 ജൂൺ 19 കേരള രാജ്ഭവനിൽ ഗവർണർ അധ്യക്ഷനായ ഒരു ഔദ്യോഗിക ചടങ്ങിൽ നിന്നും പിന്മാറി തൻ്റെ വാഹനത്തിലേക്ക് നടക്കുമ്പോൾ വി ശിവൻകുട്ടി എന്ന കമ്മ്യൂണിസ്റ്റ് ഉയർത്തിപ്പിടിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ മഹത്വം തന്നെയാണ്. ഭരണഘടനയുടെ ആമുഖപ്രകാരം ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കാണെന്ന് പ്രഖ്യാപിക്കുന്നു. സെക്യുലറിസം ഭരണഘടനയുടെ പ്രധാന ഘടകമാണ്. 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ സുപ്രീം കോടതിയുടെ നിർണായക വിധി പ്രകാരം മതേതരത്വം ഇന്ത്യയുടെ അടിസ്ഥാന തത്വങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അതായത് മതപരമായ ചിഹ്നങ്ങൾ, ഐഡിയോളജികൾ, ആലേഖനങ്ങൾ എന്നിവ ഔദ്യോഗികമായി പ്രചരിപ്പിക്കാൻ ആർക്കും അധികാരമില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. ആർട്ടിക്കിൾ 163, ആർട്ടിക്കിൾ 153 പ്രകാരമുള്ള ഒരു ഗവർണറുടെ അധികാരപ്രകാരം ഗവർണർ ഒരു ഭരണഘടനാ സ്ഥാനം വഹിക്കുന്നതിനാൽ പാർട്ടി നിലപാടുകൾക്കോ മതനിലപാടുകൾക്കോ വിധേയനാകരുത്. ഭാരതമാത എന്ന പ്രതിമ സംസ്കാരപരമായ മതപരമായ ചിഹ്നമായി കാണപ്പെടുന്നതിനാൽ അതിനെ ഔദ്യോഗിക സംസ്ഥാന പരിപാടികളിൽ ഉപയോഗിക്കുന്നത് ഭരണഘടനാപരമായ മതനിരപേക്ഷ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. ഗവർണറുടെ ആചാരങ്ങൾക്കും പരിപാടികൾക്കുമുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ന്യൂട്രാലിറ്റി ഇവിടെ ബാധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴിതാ ഗവർണറുടെ അധികാരവും കടമയും എന്തൊക്കെയാണെന്ന് പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് സംസ്ഥാനത്തെ പാഠ്യപദ്ധതി പരിഷ്കരിച്ചത്. അത് ജീവിതത്തിൽ പകർത്താനാവശ്യമായ പിന്തുണയും സ്കൂൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുൻഗണന നൽകുകയും ചെയ്യുന്നു. നമ്മുടെ രാജ്യത്ത് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഗവർണർമാരുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ പഠിക്കേണ്ട യഥാർത്ഥ ഇടങ്ങളാണ് വിദ്യാലയങ്ങൾ. അതുകൊണ്ട് തന്നെ ഗവർണർമാരുടെ ഭരണഘടനാ അധികാരങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനായി പരിഷ്കരിക്കുന്ന പാഠപുസ്തകങ്ങളിൽ ഈ കാര്യം പ്രത്യേകം തന്നെ ഉൾപ്പെടുത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഈ വർഷം 10ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം 2ാം വാല്യത്തിലും ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്ന വേളയിലും ഈ വിഷയം ഉൾപ്പെടുത്തും. ഇന്നലെ രാജ്ഭവനിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയിരുന്നു. ചിത്രം വെക്കില്ലെന്ന് നേരത്തെ മന്ത്രിക്ക് ഉറപ്പ് ലഭിച്ചിരുന്നു. എന്നാൽ മന്ത്രി എത്തിയപ്പോൾ വേദിയിൽ ഭാരതാംബയുടെ ചിത്രം ഉണ്ടായിരുന്നു. ഇതോടെ മന്ത്രി പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. രാജ്ഭവൻ തനി രാഷ്ട്രീയ കേന്ദ്രമാകുകയാണെന്നും കുട്ടികളെ അഭിസംബോധന ചെയ്ത ശേഷം താൻ പരിപാടി ബഹിഷ്കരിക്കുകയാണെന്നും ശിവൻകുട്ടി പ്രതികരിച്ചിരുന്നു. അതേസമയം ശിവൻകുട്ടിയുടെ പ്രോട്ടോകോൾ ലംഘനത്തിൽ രാജ്ഭവൻ കൂടുതൽ നടപടികളിലേക്ക് കടക്കില്ല. മന്ത്രിക്കെതിരായ പ്രസ്താവനയിൽ വിവാദം അവസാനിപ്പിക്കാനാണ് രാജ്ഭവന്റെ തീരുമാനം. ഭാരതാംബ വിവാദത്തിൽ നിയമപരമായ നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ലോ സെക്രട്ടറിയോട് നിയമോപദേശം തേടിയിട്ടുമുണ്ട്. ചീഫ് സെക്രട്ടറിയാണ് വിവാദത്തിൽ സർക്കാരിന് എന്തൊക്കെ ചെയ്യാനാകുമെന്ന് ചോദിച്ചിരിക്കുന്നത്. രാജ്ഭവനിലെ പരിപാടിയിൽ എന്തൊക്കെ ചിഹ്നങ്ങൾ വെക്കണമെന്ന പ്രോട്ടോകോൾ ഉണ്ടോ, മന്ത്രിസഭയ്ക്ക് ഇക്കാര്യത്തിൽ ഉപദേശം നൽകാനാകുമോ എന്ന് വ്യക്തമാക്കണമെന്നാണ് നിർദ്ദേശം. മറുപടിക്ക് ശേഷം സർക്കാർ തുടർ നടപടികൾ സ്വീകരിച്ചേക്കും. K5 ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ് ദാസ്.